നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യുഎഇയിൽ നിന്നും പുറത്തു വരുന്നത് ഏറെ വിപ്ലവകരമായ മാറ്റങ്ങളാണ്. ഇത് പ്രവാസികൾക്ക് വലിയ മുതൽക്കൂട്ടാകുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ പ്രവാസികളെ യുഎഇയിലേക്ക് ആകർഷിക്കുവാനായി വിസ നടപടിക്രമങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ്. അതായത് സ്പോൺസർ ആവശ്യമില്ലാത്ത വിസകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഇന്നലെ പ്രഖ്യാപിച്ച പുതിയ സംവിധാനത്തിൽ ജോലി, വിനോദസഞ്ചാരം, സന്ദർശനം എന്നിങ്ങനെ വ്യത്യസ്ത സന്ദർശന ആവശ്യങ്ങൾക്കായി വിവിധ തരത്തിലുള്ള വിസകളാണ് പ്രഖ്യാപിച്ചത്. പുതിയ സ്കീമിൽ തൊഴിലുടമയോ സ്പോൺസറോ ആവശ്യമില്ല എന്നതാണ് വലിയ സവിശേഷത. പുതിയ പ്രഖ്യാപന പ്രകാരം എല്ലാ എൻട്രി വിസകൾക്കും സിംഗിൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എൻട്രി സൗകര്യവും ലഭ്യമാണ്. മാത്രമല്ല, ഇത്തരം വിസകൾ സമാന കാലയളവിലേക്ക് പുതുക്കാനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പ്രവാസികൾക്കേറെ ഉപയോഗപ്രദമാകുന്ന പുതിയ വിസകളും അവയുടെ സവിശേഷതകളും ഇങ്ങനെ. തൊഴിൽ വിസ. യുഎഇയിലെ വിശാലമായ തൊഴിലവസരങ്ങളിലേക്ക് യുവപ്രതിഭകളെയും വിദഗ്ധരെയും ആകർഷിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ പുതിയ തരം തൊഴിൽ വിസ അനുവദിക്കുക. ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് എമിറേറ്റൈസേഷൻ മന്ത്രാലയത്തിന്റെ മാനദണ്ഡത്തിന് കീഴിൽ വരുന്ന പ്രതിഭകൾക്കും ലോകത്തെ ഏറ്റവും മികച്ച 500 സർവകലാശാലകളിൽ നിന്നുള്ള പുതിയ ബിരുദധാരികൾക്കുമാണ് ഈ വിസ അനുവദിക്കുക. ബിസിനസ് വിസ. യുഎഇയിലെ ബിസിനസ് നിക്ഷേപ അവസരങ്ങളിലേക്ക് ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള നിക്ഷേപകരെയും സംരംഭകരെയും ആകർഷിക്കുന്നതിനായാണ് സ്പോൺസർ ആവശ്യമില്ലാത്ത ബിസിനസ് വിസ സൗകര്യം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇത്തരക്കാർക്ക് ബിസിനസ് ആവശ്യങ്ങൾക്കായി രാജ്യത്തേക്കുള്ള പ്രവേശനം ഇതിലൂടെ എളുപ്പമാക്കാൻ സാധിക്കും. ടൂറിസ്റ്റ് വിസ. 5 വർഷത്തെ മൾട്ടി എൻട്രി ടൂറിസ്റ്റ് വിസയാണിത്. സ്പോൺസർ ആവശ്യമില്ലെന്നത് തന്നെയാണ് പ്രധാന സവിശേഷത. ഈ വിസയിൽ യുഎഇയിലെത്തുന്നവർക്ക് തുടർച്ചയായി 90 ദിവസം വരെ രാജ്യത്ത് തുടരാൻ സാധിക്കും. കൂടാതെ ഒരു വർഷത്തിനുള്ളിൽ 180 ദിവസത്തിൽ കൂടുതൽ രാജ്യത്ത് തങ്ങാത്ത രീതിയിൽ 90 ദിവസത്തേക്ക് കൂടി വിസ കാലാവധി നീട്ടിയെടുക്കാവുന്നതാണ്. മാത്രമല്ല, അപേക്ഷകന്റെ ബാങ്ക് അക്കൗണ്ടിൽ 6 മാസമായി $4000 തുല്യമായ തുകയായ ഏകദേശം 3 ലക്ഷം രൂപയോളം ഉണ്ടായിരിക്കണമെന്ന നിബന്ധനയുമുണ്ട്. പ്രത്യേക സന്ദർശന വിസ. യുഎഇ പൗരന്റെയോ പ്രവാസികളുടെയോ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ലഭിക്കുന്ന പ്രത്യേക വിസയാണിത്. ഈ വിസയ്ക്കും ഒരു സ്പോൺസറോ തൊഴിലുടമയോ വേണ്ടതില്ല. താൽക്കാലിക ജോലിക്കുള്ള വിസ. ഒരു പ്രത്യേക ജോലിക്കായോ പ്രൊജക്റ്റ് അടിസ്ഥാനമാക്കിയുള്ള ജോലി പൂർത്തീകരിക്കുന്നതിനോ അനുവദിക്കുന്ന വിസയാണിത്. ഈ വിസ ലഭിക്കണമെങ്കിൽ ജോലിക്കായുള്ള ഒരു താൽക്കാലിക കരാറോ അല്ലെങ്കിൽ സന്ദർശന ലക്ഷ്യവും ജോലി ചെയ്യാൻ ആവശ്യമായ ആരോഗ്യസ്ഥിതി വ്യക്തമാക്കുന്ന തൊഴിലുടമയുടെ ഒരു കത്തും ആവശ്യമാണ്. പഠന പരിശീലന ഇന്റേൺഷിപ്പ് വിസ. പഠനം, പരിശീലനം, ഇന്റേൺഷിപ്പ് എന്നിവയ്ക്കായി എത്തുന്നവർക്ക് നൽകുന്ന വിസയാണിത്. രാജ്യത്തെ സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങളിൽ ലൈസൻസ് ഉള്ള സർവകലാശാലകൾക്കോ മറ്റ് വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങൾക്കോ ഈ വിസക്കായി സ്പോൺസറാകാം. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.